നമ്മളെ സർപ്പിയേക്ക് പോയ ക്വാളിറ്റിക്ക് പോയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായി. നമുക്ക് ടേബിൾ എടുക്കണമല്ലോ. അപ്പം നമ്മൾ ആദ്യം ഏത് ടേബിൾ എടുക്കും? ഞാൻ വിചാരിച്ചു ക്യാമറയ്ക്ക് നല്ല ക്ലിയർ ഉള്ള ക്യാമറ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ദിൽഷാദ് പറഞ്ഞു ഇന്നൊന്ന് വെളുത്ത് നിൽക്കണം എന്നും പറഞ്ഞു. ആയിക്കോട്ടെ എന്നും പറഞ്ഞു. ഇപ്പോൾ ഇരുന്നോടത്താണെങ്കിൽ ഓനെ കറുത്ത് കരിമ്പാളിച്ച് കാണുന്നത് അല്ലേ, എന്താ രസമല്ലേ. അങ്ങനെ ഏതായാലും നമ്മൾ സലാഡ് എത്തിയപ്പോൾ ഇപ്പം നന്നായിട്ട് നാരങ്ങ ഒന്നായിട്ട് പിഞ്ഞുണ്ടാക്കുന്നുണ്ട്. എന്തിനാണ് സംഭവം? ഞാൻ അവിടെ പറഞ്ഞു അത് പാരല്ലേ കയറല്ലേ എന്നൊക്കെ പറഞ്ഞ് സാധനം ടേസ്റ്റ് വേണ്ടേ, നമുക്ക് ടേസ്റ്റ് കിട്ടണമല്ലോ. അങ്ങനെ ഏതായാലും ഞാനിങ്ങോട്ട് ഓരോ പരിപാടി ഇങ്ങോട്ട് കാട്ടിക്കൂട്ടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ പ്ലേറ്റ് അങ്ങോട്ട് തിരിച്ചിട്ടും വൈറ്റ് ഇങ്ങോട്ട് തിരിച്ചിട്ടും അങ്ങനെ സലാഡ് അങ്ങോട്ട് വാരി തിന്നുന്നുണ്ട്. അങ്ങനെ നമ്മളെ പിരിപിരി എത്തിക്കണ്, പിന്നെ മണീസ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എത്തിക്കണുണ്ടോ. 3 ഐറ്റംസ് ഉണ്ട്, വെള്ളിയുണ്ട്, പച്ചയുണ്ട്, ചോപ്പുണ്ട്. അങ്ങനെ മന്തി റൈസ് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. ഇവിടുത്തെ മന്തി എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ പവർ ഈ മന്തിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇവിടുത്തെ മന്തി വെച്ച് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്, അത് വേറെ കാര്യം. അങ്ങനെ ഏതായാലും നമ്മളെ സാധനം അങ്ങോട്ട് അടിച്ച് മിന്നാണ്, ഓനങ്ങോട്ട് അടിച്ച് ഓനെ പള്ളയെ പൈച്ച് അങ്ങ് എത്തിക്കണെന്ന് പറയും. എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം അങ്ങോട്ട് ബുക്ക് ചെയ്ത്. കാരണം ഇവൻ നാട്ടിൽ പോകാനായിക്കണം കേട്ടോ, അടുത്ത ഈ മാസം ലാസ്റ്റ് ആയിട്ട് നാട്ടിൽ പോവാണ്. കാരണം ഈ ചെങ്ങായിനെ കൊണ്ട് വണ്ടി മേലായിട്ട് നാട്ടിൽ കണ്ട് കെട്ടിയെടുത്തോട്ടെ എന്ന് വിചാരിച്ച് പായിപ്പിച്ചാണ്, കടന്ന് പായിപ്പിച്ച. ഓനോട് പറഞ്ഞിട്ട് തന്നെ ഒന്നും ഇവിടെ ശരിയാവില്ല എന്നിട്ട് പായിപ്പിച്ച് വിടുകയാണ്. അപ്പോൾ അതിൻ്റെ ചിലവാക്കിയിട്ടാണ് പിടിച്ചാന്ന് വിചാരിച്ചുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ പോണത് കേട്ടോ. അങ്ങനെ ചെക്കൻ വാരി വലിച്ച് നിന്നുണ്ട്. ചെക്കൻ തിന്നണ കണ്ടപ്പോൾ ഞാനാകെ അന്തം വിട്ടുപോയി. ഞാൻ വിചാരിച്ചു ഇപ്പം ഇന്നേം കാട്ടി വലിയ തീറ്റ മത്സരമാണ്. അങ്ങനെ തന്നെ ഞാൻ കുറേ പിരിവിരിയാക്കിയിട്ട് ഇങ്ങനെ തിന്നുന്നുണ്ട്, പിരിച്ച് ഇങ്ങനെ തിന്നുന്നുണ്ട്. പക്ഷേ ആ പിരിക്കണ്ട് ഏരു കിട്ടിയില്ല കേട്ടോ. ഏരു കുറച്ചും കൂടി ഒന്ന് ഉസാറാക്കണ്ട്, നല്ല ഏരു ഇടണം. അപ്പോഴേ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചുള്ളൂ. അപ്പോൾ ആ എരുവിൻ്റെ എഫക്റ്റ് കൊണ്ടേ നല്ല സോഡയും വെള്ളും മോക്കപ്പാടാണ്ട് പേന്തും. അതൊരു ബെല്ലാത്ത പേന്തലേക്കാരം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ മയോണീസും കാര്യങ്ങളൊക്കെ കണ്ട് കൂട്ടിക്കൊടുപ്പ് ഞാനായിട്ട് നിർത്തി. ദിൽഷാദ് പറഞ്ഞു എനിക്ക് ശരിയാവില്ല, ഒന്നും കൂടി പറയണതാണ്. എന്നായിക്കോട്ടെ ഒന്നും കൂടി പറഞ്ഞു. ഇങ്ങോട്ട് വലിയ ആളായിട്ട് ഒന്നും കൂടി പറഞ്ഞിട്ടോ അതറ്റ് തിന്നിട്ടില്ല, അതങ്ങോട്ട് ബാക്കിയാക്കി. അങ്ങനെ ഏതായാലും ഞാനാ നിന്ന സമയത്ത് പിരിച്ച് കുറച്ചൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഈ പരിപാടി. പിന്നെ സാധനപ്പം പറഞ്ഞ് പള്ളയത്തൊന്നും ദയിപ്പിച്ച തിന്നുക ദയിപ്പിച്ച